ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സ്ലീവാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഇതിനായിട്ട് ഡബിൾ കളറിലുള്ള 2 സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. 22 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്, 2.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ തിരിച്ചിടണം. എന്നിട്ട് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഇങ്ങനെ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തിലൂടെ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ 4 സ്ട്രിപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു പീസ് ക്ലോത്ത് എടുക്കുക. അതിന് 5 ഇഞ്ചാണ് ലെങ്തും 5 ഇഞ്ച് വിഡ്ത്തുമാണ്. 5 ഇഞ്ചിന് സ്ക്വയർ എടുക്കുന്നു. എന്നിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തിരിക്കണം. ആ ഡബിൾ കളർ നമ്മളകത്ത് വെച്ചിരിക്കുന്ന കളറ് പുറത്ത് വരുന്ന രീതിയിൽ ഈ സൈഡുകൾ ഇതുപോലെ വെച്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത സ്ട്രിപ്പും ഇതിൻ്റെ മുകളിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വഴി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സെൻറ്റർ വഴി വേണം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് അകത്ത് വെച്ചിരിക്കുന്ന കളറ് പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ലഭിക്കും. ഇനി ബാലൻസായിട്ട് നിൽക്കുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ 2 പീസസാണ് എടുക്കുന്നത്. 7 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്തും ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ ആ ഭാഗം ഒന്ന് നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഈ സൈഡ് ഇങ്ങനെ സ്ട്രിപ്പിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാൻ. ഈ ഭാഗം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നകത്തേക്ക് ആ ഭാഗം ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സ്ലീവിനായിട്ടുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് നമ്മളൊരു 13 ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിഡ്ത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് കൊടുക്കുക. അതിനുശേഷം ആ വിഡ്ത്തിൻ്റെ കൂട്ടത്തിൽ 4 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുക. എത്രയാണോ നമുക്ക് വേണ്ട വിഡ്ത്ത് അതിൻ്റെ കൂട്ടത്തിൽ 4 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആ വേണ്ട വിഡ്ത്തിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് എടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ നോർമൽ സ്ലീവിൻ്റെ അളവിൽ നിന്ന് 4 ഇഞ്ച് കൂടെ കൂട്ടി വിട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വിഡ്ത്ത് എത്രയാണോ നമ്മളുടെ കൈക്ക് വേണ്ടത് ആ വിഡ്ത്തിൽ വേണം നമ്മൾ ഈ ഭാഗം ചുരുക്കിട്ട് കൊടുക്കാനായിട്ട്. അത് മാത്രം ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ഈ ഭാഗം കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ. എവിടെയാണോ സെൻറ്റർ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ മേക്ക് ചെയ്ത് ഇതിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെൻറ്ററുകൾ ഒരുപോലെ വരുന്നത് പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനകത്ത് ഒരു വ്യത്യാസവും വരാൻ പാടില്ല. ഒരുപോലെ വരുന്നത് പോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് അടുത്ത ഭാഗവും തിരിച്ചിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗം ലഭിക്കുവേ. ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പീസ് സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 1.25 ഇഞ്ച് വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. അത് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഭാഗം ബാലൻസ് നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്തുകൂടെ കൊടുത്തേക്കണേ. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ സ്ട്രിപ്പ് ആയിട്ട് നമ്മുടെ സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ വേണ്ട എത്രയാണോ വിഡ്ത്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യമേ എടുക്കുന്ന വിഡ്ത്തിൽ വേണം അവസാനം വരെ ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതേ ഉള്ളേ. അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു സൂചിയും നൂലും ഉപയോഗിച്ചതിന് ശേഷം എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ കുത്തി കൊടുത്ത് ഇവിടെ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല നീറ്റായിട്ട്
ഇങ്ങനെ നമുക്കൊരു ഫ്ലവറാണ് നമ്മളവിടെ മേക്ക് ചെയ്യുന്നത്. അപ്പം അതുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് ചെയ്തെടുക്കുക. ഒരു 2ഓ 3ഓ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് എല്ലാ പീസസും നമ്മൾ ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുക. ഇനി നമ്മളൊരു ബട്ടൺ എടുത്തതിന് ശേഷം ഇതുപോലെ ബട്ടൺസ് നമ്മൾ ഇതിനുള്ളിലേക്ക് ഒരു ക്ലോത്തിൻ്റെ നമ്മളുടെ വേണ്ട ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ നല്ലോണമൊക്കെ ലോക്കിട്ട് കൊടുത്ത് എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്ത് സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ബാക്കി പോർഷനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ നമ്മളുടെ റോങ് സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ലീവ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. ഇതേ മെത്തേഡിൽ നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്തും ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാവേ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.